നന്ദൻ എഴുന്നേൽക്കുമ്പോൾ ചെറുതായി ഇരുട്ട് പരന്നിരുന്നു. അവൻ മുഖം തുടിച്ച് എഴുന്നേറ്റു. അടുത്തൊന്നും ദേവുവിനെ കാണാനില്ല. ഫോണെടുത്ത് സമയം നോക്കിയപ്പോൾ 5:30 കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര നേരായോ? നന്ദൻ വേഗം മുണ്ടെടുത്തു. കള്ളി ഒന്ന് വിളിച്ചില്ല. പിറുപിറുത്തുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ നനഞ്ഞ തലമുടിയിൽ തോർത്തു ചുറ്റിക്കൊണ്ട് ദേവ് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. കുളിച്ചോ കൊച്ചു കള്ളി? ദേവ് ചായ പകർത്തുമ്പോൾ ഇടുപ്പിലൂടെ 2 കൈകൾ ഇഴഞ്ഞു കോർത്തു പിടിച്ചു. അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. എഴുന്നേറ്റോ? വിളിച്ചില്ലല്ലോ നീ. നല്ല ഉറക്കമായിരുന്നു. കണ്ടപ്പോൾ വിളിക്കേണ്ടെന്ന് തോന്നി. നന്ദൻ അവളുടെ കഴുത്തിൽ താടി കൊണ്ട് ഇക്കിളിയാക്കി. അനങ്ങാതിരി നന്ദേട്ട, ചായ പോവും. ഓ, ഞാൻ പോണ്. പിണങ്ങിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നവനെ കണ്ട് ചിരി വന്നു. നന്ദൻ മുഖം കഴുകി വരുമ്പോഴേക്കും അവൾ ചായ ടേബിളിൽ വെച്ചു. കൂടെ ചക്ക ഉപ്പേരി വെച്ചതും. ഇതെവിടുന്നാ? നന്ദൻ ഒരു സ്പൂൺ എടുത്ത് വായിലേക്ക് വെച്ചു. നമ്മുടെ തോടിൻ്റെ അവിടെ ഒരു പ്ലാവ് നിൽക്കുന്നില്ലേ? അതിലൊക്കെ ചക്ക ഉണ്ടാവാൻ തുടങ്ങിയോ? വല്ലപ്പോഴൊക്കെ വീട് ശ്രദ്ധിക്കണം, ദേവ് പറഞ്ഞു. ഓ. നന്ദൻ ചായ കുടിക്കുന്ന നേരം ദേവു അകമെല്ലാം തൂത്തുവാരി വിളക്ക് കൊളുത്തി. ഇടയ്ക്ക് നന്ദൻ TV ഓൺ ചെയ്തു. ദേവു, ഇനി ഉണ്ടോ അത്? സാമ്പ്രാണിയുടെ പുക എല്ലാ മുറിയിലും കാണിക്കുന്നതിനിടയ്ക്ക് ദേവു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നന്ദൻ ഉയർത്തിയ പ്ലേറ്റ് താഴ്ത്തി. ഞാൻ പോയി നോക്കിക്കോളാം. അവൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. ആള് പിന്നെയും വന്ന് കഴിക്കുന്നുണ്ട്. ദേവ് സാമ്പ്രാണി ദേവിയുടെ ഉമ്മർത്തെ ഫോട്ടോയ്ക്ക് അടുത്ത് വെച്ചു. ഒന്ന് കൈകൂപ്പി തൊഴുതു. നന്ദൻ TVയിലേക്ക് ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. ദേവു അടുത്തിരുന്നു. ശിവകാർത്തികേയൻ്റെ ഏതോ സിനിമയാണ്. നമ്മ വീട്ടുപുള്ളേ. നായകൻ തൻ്റെ വിഷമം പറഞ്ഞ് കുടുംബത്തിൻ്റെ മുന്നിൽ നിന്ന് കരയുന്ന സീനാണ്. ഒപ്പം നന്ദൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. നന്ദേട്ടാ. അവൻ TVയിൽ നിന്ന് നോട്ടം മാറ്റാതെ മൂളി. അവൻ കാണട്ടെ എന്ന് കരുതി. സിനിമ കഴിയുന്നവരെ അവളൊന്നും മിണ്ടിയില്ല. സിനിമ കഴിഞ്ഞതും നന്ദൻ വേഗം എഴുന്നേറ്റ് പോയി. ദേവു ആകെ കിളിപോയി ഇരിക്കുന്നുണ്ട്. പിന്നെ ചാനൽ മാറ്റി മ്യൂസിക് ചാനൽ വെച്ചു. നല്ല ലവ് സോങ് ആണ്. നന്ദൻ മുഖമെല്ലാം തുടച്ച് അവളുടെ അടുത്ത് വന്നിരുന്നു. എവിടെ പോയതാ? ഞാൻ ഉപ്പേരി ഉണ്ടോ എന്ന് നോക്കാൻ, അവൻ വിക്കി. പിന്നെന്താ കണ്ണൊക്കെ കലങ്ങിയത്? ദേവ് ഒന്ന് കൂർപ്പിച്ചു നോക്കി. നന്ദൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ദേവ് പിന്നെ ചോദിക്കാനും പോയില്ല. ഞാൻ ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ ഒരു സംഭവം ഉണ്ടായത്. നന്ദൻ ഒറ്റൊരു മൗനത്തിന് ശേഷം പറയുമ്പോൾ ദേവ് നെറ്റി ചുളിച്ചു. എന്ത്? ഇവിടെയല്ലാട്ടാ, എൻ്റെ നാട്ടിൽ, അച്ഛൻ്റെ അവിടെ. അച്ഛൻ എനിക്ക് 2 വയസ്സുള്ളപ്പോഴേ മരിച്ചു. പിന്നെ അമ്മയാ നോക്കിയത്. 2 വീട്ടുകാരെ എതിർത്ത് പ്രേമവിവാഹം കഴിച്ചതാണ് അച്ഛനും അമ്മയും. അതുകൊണ്ട് 2 വീട്ടുകാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അച്ഛൻ്റെ വീട്ടുകാർ ആരാണെന്ന് പോലും എനിക്കറിയില്ല. അമ്മയുടെ വീട് എവിടെയാണെന്നും അറിയില്ല. ഞങ്ങൾ അന്ന് വാടക വീട്ടിലായിരുന്നു. അന്ന് വാടക കൊടുക്കാനും എന്നെ പഠിപ്പിക്കാനും അമ്മ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ലൊരു യൂണിഫോം ഇട്ടത് പോലും ഓർമ്മയില്ല. എല്ലാം കീറിയത്. ഒന്നല്ലെങ്കിൽ ഷർട്ട് അല്ലെങ്കിൽ ട്രൗസർ. അങ്ങനെ ഇരിക്കുമ്പോഴാ ക്ലാസ്സിൽ ഒരു കൊച്ചിൻ്റെ ടവൽ കാണാതെ പോകുന്നത്. വെൽവെറ്റ് ആയിരുന്നു. നിറയെ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്തത്. ടവൽ പോയപ്പോൾ ആ കൊച്ച് ഒരേ കരച്ചിൽ. എല്ലാവരുടെയും ബാഗും ടീച്ചർ പരിശോധിച്ചു. എൻ്റെയും പക്ഷെ കിട്ടിയില്ല. തിരച്ചിലെല്ലാം കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നെ മാത്രം എഴുന്നേൽപ്പിച്ച് നിർത്തി. എടുത്ത ടവൽ കൊടുക്കാൻ പറഞ്ഞു. ആകെ 7 വയസ്സേ എനിക്കുള്ളൂ. ചുറ്റും നടക്കുന്നത് എന്താണെന്ന് കൂടി അറിയാതെ ഞാനന്ന് നിന്നിട്ടുണ്ട്. കൂട്ടുകാരോട് കളിയാക്കലും ടീച്ചറുടെ ദേഷ്യത്തോടെയുള്ള ആ ചീത്തയും ശരിക്കും ഞാൻ കരഞ്ഞു പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ലെന്ന്. ടീച്ചർ സമ്മതിച്ചില്ല. എന്നെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി. ഇവനാണ് ആ ടവൽ എടുത്തത്. പക്ഷേ തരുന്നില്ല എന്ന് ടീച്ചർ മറ്റുള്ളവരുടെ മുന്നിൽ ഉറക്കെ പറഞ്ഞു. എല്ലാ ടീച്ചർമാരുടെ നോട്ടവും സഹിക്കാൻ കഴിയാതെ ഞാൻ തലതാഴ്ത്തി. അവിടെയും ഞാൻ കരഞ്ഞു പറഞ്ഞു എടുത്തിട്ടില്ലെന്ന്. ഇടയ്ക്ക് വന്ന ഒരു മാഷാണ് അവിടെ നിന്ന് എന്നെ രക്ഷിച്ചത്. അവൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ല ടീച്ചറെ എന്നൊരു ഒറ്റൊരു ദേഷ്യത്തോടെ പറയുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് ആ മാഷിനെ കെട്ടിപ്പിടിച്ചു പോയി. എന്നെ ആശ്വസിപ്പിച്ച് അടുത്തുള്ള ചായക്കടയിൽ പോയി ചായയൊക്കെ വാങ്ങിത്തന്നു. എൻ്റെ കീറിയ യൂണിഫോമിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സഹതാപത്തോടെ ഓടി നടന്നത് എനിക്കിന്നും ഓർമ്മയുണ്ട്. ഈ സിനിമയിൽ പറയുന്നൊരു കാര്യം കറക്റ്റാ. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളെ കൈപിടിച്ചു കയറ്റിയില്ലെങ്കിലും അവർ സ്വയം ഉയർന്നു വരുമ്പോൾ അവരെ ചവിട്ടി താഴ്ത്താതിരുന്നൂടെ? ദേവ് കണ്ണു നിറച്ച് അവനെ നോക്കി. അന്നെൻ്റെ വേഷവും സാഹചര്യം കണ്ട് ഞാൻ തന്നെയാണ് മോഷ്ടാവ് എന്ന് ടീച്ചർ ഉറപ്പിച്ചു. വീട്ടിലെത്തിയപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ കരഞ്ഞുപോയി. അമ്മയും എൻ്റെ ഒപ്പം കരഞ്ഞിരുന്നു. നന്ദൻ്റെ ശബ്ദം ഇടറിപ്പോയി. നന്ദേട്ടാ. അവനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അമ്മ അന്ന് സ്കൂളിൽ വന്ന് കുറച്ച് പ്രശ്നമാക്കി. ആ ടീച്ചറെ എന്തൊക്കെയോ പറഞ്ഞു. അന്നമ്മ ജോലിക്ക് പോയില്ല. ആ വർഷം മാത്രമേ ഞാൻ അവിടെ പഠിച്ചുള്ളൂ. അടുത്ത വർഷം ആവുമ്പോഴേക്കും അമ്മ എന്നെയും കൊണ്ട് വേറെ നാട്ടിലേക്ക് പോയി. അവിടെയും വാടക വീട്. പക്ഷെ അതാണ് അമ്മയുടെ നാടെന്ന് ഞാൻ വൈകി അറിഞ്ഞത്.
അതും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 10 വയസ്സുള്ളപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ. അമ്മ ഈ വീടും വാങ്ങിയിരുന്നു. ദേവു ഒരു കഥ കേട്ട പോലെ ഇരിക്കുന്നുണ്ട്. കണ്ണൊക്കെ നിറച്ച് അവൾ വാത്സല്യത്തോടെ നന്ദനെ നോക്കി. പാവം അമ്മ, കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊന്ന് അധ്വാനിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പോയി. നന്ദൻ തലതാഴ്ത്തി. നന്ദേട്ട നന്ദന്റെ തോളിൽ കൈവച്ചു. ഒന്നുമില്ല ദേവൂട്ടി. ചില സമയത്തൊക്കെ കൈനിറയെ കാശ് കിട്ടുമ്പോൾ അമ്മയെ ഓർക്കും, ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിലോ എന്ന്. ഉണ്ടെങ്കിൽ നിന്നെ പൊന്നുപോലെ നോക്കും. നന്ദന്റെ കണ്ണുകളിൽ ഒരു തിളക്കം. അമ്മയെപ്പോലെ തന്നെയാ മകനും പൊന്നുപോലെ നോക്കുന്നുണ്ട്. ദേവു ചിരിച്ചു. നന്ദൻ ചിരിയോടെ ടിവിയിലേക്ക് നോക്കി. വേറെ ഏതോ സിനിമ തുടങ്ങിയിട്ടുണ്ട്. അല്ല നന്ദേട്ടാ, നമുക്ക് നാളെ രാവിലെ അമ്പലത്തിൽ പോയാലോ? പോവാം. അയ്യപ്പൻകുന്ന് അമ്പലത്തിൽ കൂടി പോവാം. അത് കുറച്ച് ദൂരെയല്ലേ? സാരല്ല, അവിടെ നാളെ ഊട്ടുണ്ട്. അയ്യടാ, വെറുതെ അല്ല. കുറച്ചു നേരം ടി വി കണ്ട് രണ്ടാളും കഴിച്ചു കിടന്നു. രാവിലെ ദേവു ചായ മാത്രമേ വെച്ചുള്ളൂ. വേഗം പോയി റെഡിയായി നന്ദനെയും വിളിച്ചുണർത്തി കുളിക്കാൻ വിട്ടു. ഞായറാഴ്ച അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നന്ദൻ തൊഴുതു കഴിഞ്ഞ് ദേവുവിനെ കാത്തു നിൽക്കും. ദേവു ആണെങ്കിൽ കുറച്ചു നേരം മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചേ വരികയുള്ളൂ. അവളെ കാത്തു നിൽക്കുമ്പോഴാണ് നന്ദൻ ആ കാഴ്ച കണ്ടത്. തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന നാരായണനെ. അവൻ വേഗം തല താഴ്ത്തി. ദേവു? നാരായണൻ ചോദിച്ചു. ഉള്ളിലുണ്ട്. നന്ദൻ അതേപോലെ തല താഴ്ത്തി. നാരായണൻ പോവാതെ നന്ദൻ്റെ അടുത്ത് തന്നെ നിന്നു. നന്ദനാണെങ്കിൽ ആകെ വീർപ്പുമുട്ടൽ. അവിടെ സുഖല്ലേ അവൾക്ക്? നാരായണൻ ചോദിച്ചു. അവിടെ നല്ല സുഖസൗകര്യത്തിൽ ജീവിച്ചതാണ്. നാരായണൻ ഒന്ന് നെടുവീർപ്പിട്ടു. നന്ദൻ ആകെ വിളറി. അറിയാം തൻ്റെ ഇല്ലായ്മ. പക്ഷെ അത് എടുത്തു പറയുമ്പോൾ എന്തോ പോലെ. അവിടെ എന്തുണ്ടെങ്കിലും സ്വാതന്ത്ര്യമില്ലല്ലോ. പക്ഷെ നന്ദേട്ടൻ അത് നല്ലോണം തരുന്നുണ്ട്. നാരായണൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദേവു പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട്. നന്ദൻ്റെ മുഖം അപ്പോഴും തെളിഞ്ഞില്ല. അതല്ല മോളെ, നീ അവിടെ എന്ത് സൗകര്യത്തിൽ കഴിഞ്ഞതാണെന്ന് ഞാൻ ഓർത്തു നോക്കിയതാ. എന്നിട്ട് ഞാനവിടെ സന്തോഷത്തിലായിരുന്നു. നാരായണൻ ഉമിനീരിറക്കി നന്ദൻ്റെ മുന്നിൽ വെച്ച്. മകളുടെ വാക്കുകൾ അയാളെ തളർത്താൻ തുടങ്ങി. ഏതോ ഒരു ഭ്രാന്തനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ എന്തായിരുന്നു തിടുക്കം? അവന് ശമ്പളം ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ 4-ാം ദിവസം മകൾ ചത്തുപൊങ്ങി വല്ല പൊട്ടക്കിണറ്റി കിടന്നാലും നിങ്ങൾക്കാർക്കും കുഴപ്പമില്ല. കാരണം അയാൾക്ക് നല്ല ശമ്പളമില്ലേ? ദേവു ചെറിയ ചിരിയോടെ പറയുമ്പോൾ അവരെ അറിയുന്നവർ അവിടെ നിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ദേവു, പോവാം. നന്ദൻ ചുറ്റിലും നോക്കി ഷർട്ട് ധരിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല മോളെ. നിനക്കവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയെന്ന്. വേണ്ട. ദേവു അയാളെ ഒന്ന് അമർത്തി നോക്കിക്കൊണ്ട് നന്ദൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. രാവിലെ അയ്യപ്പൻകുന്ന് അമ്പലത്തിൽ നിന്ന് ഊട്ടും കഴിച്ചു. അവിടെ നിന്ന് കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയി. 11 മണിയോടെ ആശാന്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ദിനേശും സ്നേഹയും സുധിയും സുനിയും അവരുടെ ഭാര്യമാരും കണ്ണനും. എല്ലാവരും ചിക്കനും ബീഫും ഒക്കെ വയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. ആശാന്റെ ഭാര്യ നാണത്തോടെ മുറിയിൽ ഇരിക്കുന്നുണ്ട്. അവരെക്കാളും സന്തോഷം മക്കൾക്കാണ്. താങ്കൾക്ക് ഇനി ഒരു അനിയനോ അനിയത്തിയോ വരാൻ പോകുന്നു എന്ന് അറിഞ്ഞാലുള്ള സന്തോഷം. കുറച്ചു നേരമായി നന്ദൻ ആലോചനയിലാണ്. ദേവു അവർക്കിടയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നന്ദനെ നോക്കി. ചിക്കൻ കഴുകുന്ന സമയത്താണ് നന്ദ അരികിലേക്ക് വന്നത്. ആശാന്റെ വീടിന്റെ പുറകുഭാഗം പാടമാണ്. അവിടെ നിന്ന് കുറച്ചു മാറി റെയിൽവേ ട്രാക്കും. ചിക്കൻ കഴുകി തിരിയുമ്പോൾ സ്നേഹ പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട്. ദേവും പുഞ്ചിരിച്ചു. താ. സ്നേഹ കൈ നീട്ടിയപ്പോൾ കഴുകിയ ചിക്കൻ അവളുടെ കയ്യിൽ കൊടുത്തു. നന്ദൻ സംശയത്തോടെ അരികിലേക്ക് വന്നു. നന്ദേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നന്ദൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ദേവു പായിച്ചു. ചെറിയ ചാറ്റും മഴയും തുടങ്ങിയിട്ടുണ്ട്. എന്താ നന്ദേട്ടാ ഈ ആലോചിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കാൻ പോയതാണ്. അപ്പോൾ തിരിച്ചൊരു ചോദ്യവും. എന്താ നന്ദേട്ടാ, ചോദിക്കി. ദേവു അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. നിന്റെ വീട്ടിൽ അത്ര സുഖസൗകര്യങ്ങൾ ഉണ്ടായിട്ടും അവിടെ വെച്ച് വിവാഹം മുടങ്ങിയിട്ടും നീ എന്തിനാ എന്നെ കല്യാണം കഴിച്ചേ? നിനക്ക് നമ്മൾ തമ്മിലുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറാമായിരുന്നില്ലേ? നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല? അതും നിനക്കൊരു ഇഷ്ടമുണ്ടായിട്ടുകൂടി. ദേവുവിന് ചിരി വന്നു. നിർത്താതെയുള്ള ചോദ്യങ്ങൾ. പറ ദേവു. ഓ, അപ്പോൾ നമ്മൾ പിരിയണോ? ഏയ്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. എല്ലാ ചോദ്യത്തിനും ഒരു ഉത്തരം നൽകാം. അതെങ്ങനെ? ദേവു ചിരിയോടെ പാടിത്തിരിഞ്ഞു നടന്നു. ദേവു, പറഞ്ഞിട്ട് പോ. പറഞ്ഞല്ലോ. അവൾ തിരിഞ്ഞു നിന്നു. പാട്ടുപാടിയതോ? അതെന്തോന്ന്? നന്ദന് കലി കയറി. ദേവുവിന് രസം പിടിച്ചു. അവൾ മെല്ലെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എൻ്റെ കാമുകൻ എന്നെ നോക്കി ആദ്യമായി പാടിയ പാട്ട് അതാണ്. നന്ദൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. ചോര തൊട്ടെടുക്കാം. എനിക്കന്ന് 15 വയസ്സേ ഉള്ളൂ. അന്ന് മനസ്സിൽ കയറിയതാണ്. പിന്നെ അങ്ങോട്ട് അവനായിരുന്നു മനസ്സ് നിറയെ. ദേവുവിൻ്റെ കണ്ണുകൾ അന്നത്തെ നന്ദനെ ഓർത്ത് പ്രണയം തിങ്ങി.
നന്ദന്റെ ഹൃദയം പണി തുടങ്ങി. അടിവയറ്റിൽ ഒരു കലക്കിമറിച്ചൽ. ശരീരം വിറയ്ക്കുന്നു. പക്ഷെ അവൻ എന്നെ ഒരിക്കൽ പോലും ശ്രദ്ധിച്ചില്ല. അവനു വേണ്ടി 8:30 പോവേണ്ട ഞാൻ 8 മണിക്ക് പോവാൻ തുടങ്ങി. അമ്പലത്തിലും കവലയിലും അവനെ കാണുന്ന സ്ഥലം മൊത്തം ഞാൻ എന്തെങ്കിലും കാരണമുണ്ടാക്കി പോയി. പക്ഷെ അവൻ എന്നെ കണ്ടില്ല, എന്നെ ശ്രദ്ധിച്ചില്ല. ഇവള് അവനെ സ്നേഹിക്കുന്നതിന് മുമ്പേ ഇവളെ പ്രണയിക്കണമായിരുന്നു. വല്ലാത്തൊരു നഷ്ടബോധം. നന്ദൻ കേൾക്കാൻ ശേഷിയില്ലാതെ തളർന്നു. ആരാ അവൻ? ഞാൻ അറിയുന്ന ആളാണോ? ദിനേശാവോ? സുനിയോ സുധിയോ? നന്ദൻ വിരൽ കടിച്ചു. മഴ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. വാ. നന്ദൻ അവളെ വലിച്ച് അടുത്തുള്ള മാവിന്റെ ചുവട്ടിലേക്ക് നിന്നു. ദേവ് സംശയത്തോടെ നോക്കുന്നുണ്ട്. വീട്ടിൽ കയറാതെ മാവിന്റെ ചുവട്ടിൽ നിന്നതിന്. വേറെ ഒന്നുമല്ല, അവിടെ നല്ല തിരക്കാണ്. ഇതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ആരാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ അറ്റാക്ക് വരും. അതാ അവസ്ഥ. പറ, ആരാ ആള്? ഗൗരവത്തോടെ ചോദിച്ചുകൊണ്ട് അവൾ നിൽക്കുന്നതിന്റെ മുകളിലേക്ക് കൈവച്ച് അവൾക്കടുത്തേക്ക് നിന്നു. ദേവ് ചെറിയ ഞെട്ടലോടെ അവനെ നോക്കി. പിന്നെ കാമുവിന്റെ ഓർമ്മയിൽ ഒന്ന് പുഞ്ചിരിച്ചു. നന്ദന് അത് കണ്ടതും കലിപ്പ് മൂർധന്യത്തിലെത്തി. അവനു വേണ്ടി ഞാൻ കുറെ പ്രാർത്ഥിച്ചതാ നന്ദേട്ടാ. നന്ദൻ ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു. അങ്ങനെ തന്നെ വേണം. ദീപക്കായുള്ള വിവാഹത്തിന്റെ അന്ന് വരെ ഞാൻ ദേവിയെ വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. നന്ദന് അമർച്ച അടക്കാൻ കഴിയുന്നില്ല. കയ്യിലെ ഞരമ്പുകൾ എഴുന്നേറ്റ് നിന്ന് നോക്കി. പക്ഷെ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടോ അതോ വിധിയോ അവനെക്കൊണ്ട് തന്നെ എൻ്റെ കഴുത്തിൽ താലി അണിയിച്ചു. ദേവു ഗൗരവത്തോടെ പറയുമ്പോൾ പുച്ഛത്തോടെ നിന്ന നന്ദൻ ഞെട്ടി. അവൻ നടുക്കത്തോടെ ദേവുവിനെ നോക്കി. അവളുടെ കണ്ണുകളും അവനിലാണ്. ഏ നന്ദൻ വിശ്വാസം വരാതെ കണ്ണുമിഴിച്ചു. ആര്? ശബ്ദം പുറത്തു വരുന്നില്ല. അല്ലാതെ ആര്? നന്ദേട്ടൻ തന്നെ. ദേവുവിന്റെ മുഖത്ത് തിളക്കം, ചുണ്ടിൽ പ്രണയത്തോടെയുള്ള പുഞ്ചിരി. പോടി, നീ നുണ പറയ. നീയല്ലേ പറഞ്ഞ് അയാളുടെ കല്യാണം കഴിഞ്ഞെന്ന്, ആൾക്ക് ഭാര്യയെ നല്ല ഇഷ്ടമാണെന്ന്. ആ, നന്ദേട്ടൻ എന്നെ ഇഷ്ടമല്ലേ? മാത്രമല്ല, ഞാൻ സ്നേഹിച്ചിരുന്ന കാര്യം നന്ദേട്ടൻ അറിയോ? ദേവ് പുരികമൊന്ന് ഉയർത്തി താഴ്ത്തി. നീ ശരിക്കും പറയുന്നതാണോ? ദേവുവിന്റെ മുഖം ചുവന്നു. അല്ല, നുണ. മാറി അങ്ങോട്ട്. ദേവു അവനെ തള്ളിമാറ്റി. ഡി നിക്ക്. ദേവുവിന്റെ കയ്യിൽ പിടിച്ച് പിന്നെയും മരത്തിലേക്ക് ചാരി നിർത്തി. എന്താ? അപ്പോൾ ഈ പാട്ട് പാടിയത് ഞാനാണോ? അതോ ഓർമ്മയില്ലേ എനിക്ക്? നന്ദൻ ഓർത്തു നോക്കി. ദേവു അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് കൈ രണ്ട് നെഞ്ചിപ്പിടിച്ച് കെട്ടി നിന്നു. ഞാൻ? നന്ദന് വാക്കുകൾ കിട്ടുന്നില്ല. ഓർമ്മയില്ലേ, ഒരു 5 കൊല്ലം മുമ്പ് സന്ധ്യയ്ക്ക് ഒരു 6:30 നേരത്ത് ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് പാടത്തെത്തിയപ്പോൾ നന്ദേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടത്. അന്ന് ഈ പാട്ടും പാടി ഞാൻ മുറ്റത്ത് കയറി കഴിഞ്ഞാണ് നന്ദേട്ടൻ തിരിഞ്ഞു നടന്നത്. നന്ദന് ഓർമ്മ വന്ന പോലെ കണ്ണുകൾ തിളങ്ങി. അവൻ അത്ഭുതത്തോടെ ചിരിച്ചു. അത് നീയാണോ? അത് ഞാൻ തന്നെയാ. എന്തേ? ഏയ്. നന്ദൻ ചിരിച്ചു. എന്താ നന്ദേട്ടാ, അപ്പോൾ മുതൽ നീ? അപ്പോൾ മുതൽ ഞാൻ നന്ദേട്ടനെ ഓർത്തുകൊണ്ട് നടക്കായിരുന്നു. അന്ന് കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ ദേ കൺമുന്നിൽ കണ്ടപ്പോൾ സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു. അതാ കെട്ടിപ്പിടിച്ചു കരഞ്ഞത്. നന്ദൻ ഉമിനീരിറക്കി. കണ്ണുകൾ നിറഞ്ഞു. പിന്നെ ദീപക്കായുള്ള വിവാഹ സമയത്ത് നീതു കുറെ പറഞ്ഞതാ തുറന്നു പറയാൻ. പക്ഷെ എനിക്ക് പേടി. നീതു നരേഷ് ഏട്ടനും കൂടി പോലീസിൽ പറഞ്ഞിട്ടാ അന്ന് പോലീസ് വന്നത്. നന്ദേട്ടൻ ഒഴിഞ്ഞു മാറിയിട്ടും നിർബന്ധിച്ചു താലി കെട്ടിയത്. ഒരുപക്ഷെ നന്ദേട്ടൻ അന്ന് രാത്രി കുളത്തിനരികിൽ വന്നില്ലായിരുന്നെങ്കിൽ. പറഞ്ഞു മുഴുമിപ്പിക്കും മുമ്പേ ദേവുവിന്റെ ചുണ്ടുകൾ കവർന്നിരുന്നു. അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവന്റെ നെഞ്ചോട് അവളെ ചേർത്ത് നിർത്തി. ദേവുവും അതിൽ ലയിച്ചു. സബോള തൊലി കളഞ്ഞ് പുറത്തേക്ക് കളയാൻ വന്ന സ്നേഹ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി. സ്നേഹയെ നോക്കി വന്ന ദിനേശ് അവളുടെ തോളിൽ തട്ടി. നോക്ക്. സ്നേഹ കണ്ണുകൊണ്ട് കാണിച്ചു. അയ്യേ, നീ ഇങ്ങ് വന്നേ. സ്നേഹയുടെ കൈ വലിച്ച് അകത്തേക്ക് നടക്കുമ്പോൾ ദിനേശിനും ചിരി വന്നു. ചുണ്ടുകൾ തമ്മിൽ അകന്നു. നന്ദനും ദേവും പരസ്പരം നെറ്റിമുട്ടിച്ച് നിന്ന് കിതച്ചു. പറയാറുന്നില്ലേ ദേവു ഒരു വാക്ക്? നന്ദന്റെ ശബ്ദമിടറി. പേടിയായിരുന്നു. അച്ഛനെ ഇഷ്ടമല്ലല്ലോ. അച്ഛനോടുള്ള ദേഷ്യത്തിൽ എന്നോട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലോ? നന്ദനൊന്ന് ചിരിച്ചു. നിറഞ്ഞ കണ്ണ് തോളിൽ തുടച്ചു. നന്ദേട്ടാ, കരയാണോ? നന്ദൻ തല വിലങ്ങനെയാട്ടി ചിരിച്ചു. ഇത്രയും വർഷം നീ നന്ദൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അറിയാതെ പോയല്ലോ ഇങ്ങനെ ഒരുത്തി ചങ്ക് തന്ന് സ്നേഹിച്ചത്. കണ്ണുകൾ വീണ്ടും നിറയുന്നു. നന്ദേട്ടൻ എന്തിനാ കരയണേ? ദേവ് താഴ്ത്തിപ്പിടിച്ച അവന്റെ മുഖം പിടിച്ച് ഉയർത്തി. നന്ദന്റെ ആ നോട്ടം, അതിലെന്തൊക്കെയോ ഉണ്ട്. പറയാൻ കഴിയാത്ത എന്തോ ഒന്ന്. നന്ദിയാണോ അതോ മറ്റെന്തെങ്കിലും? നന്ദൻ വേഗം അവളെ അവന്റെ നെഞ്ചോട് അമർത്തി പിടിച്ചു. അന്നത്തെ ദിവസം എനിക്ക് ഓർമ്മ വന്നു. അന്ന് സുമേച്ചിയുടെ കല്യാണമായിരുന്നു. അങ്ങോട്ട് പോവായിരുന്നു ഞാൻ. ദേവ് നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി.
കുടിച്ചിരുന്നു ആ സമയത്ത്? ഉം. നന്ദൻ പുഞ്ചിരിച്ചു. ദേവുവിൻ്റെ കണ്ണുകളിൽ വീണ്ടും ആരാധന. നമുക്ക് വീട്ടിൽ പോവാം. ഏ? ദേവു ഞെട്ടലോടെ നോക്കി. എന്തിന് പോണം? എനിക്ക് നിന്നെ വാക്കുകൾ കിട്ടുന്നില്ല. എനിക്ക് നിന്നെ സ്നേഹിക്കണം. നിറയെ നിറയെ ഉമ്മ വയ്ക്കണം. ദേവുവിൻ്റെ വലം കൈ കൂട്ടിപ്പിടിച്ച് അതിലൊന്ന് മുത്തിയവൻ. ദേവുവിൻ്റെ മുഖം ചുവന്നു. പോ നന്ദേട്ടാ. സത്യം. അയ്യേ, ഇങ്ങനൊരു ചെക്കൻ. അവനെ തള്ളിമാറ്റി ഓടുമ്പോൾ നന്ദനും പുറകെ ഓടി. ദേവു അകത്തേക്ക് ഓടിക്കയറി. പുറകെ കയറാൻ നിൽക്കുമ്പോഴേക്കും ദിനേശ് അവനെ പിടിച്ചു നിർത്തി. എന്താടാ? എന്താ നിന്റെ ഉദ്ദേശം? ദിനേശ് മുണ്ടുമടക്കി കുത്തി. എന്ത്? അയ്യോ, ഒന്നും അറിയാത്ത ഒരു വാവ. എന്തായിരുന്നടാ ആ മാവിൻ്റെ ചോട്ടിൽ രണ്ടും കൂടി? ഓ അതാണോ? നന്ദൻ നനഞ്ഞ മുടി നെറ്റിയിലൂടെ പുറകിലേക്കാക്കി. ആ അതന്നെ. എന്തേ? അതൊന്നുമില്ല. നീയൊന്ന് മാറി, ഞാൻ എൻ്റെ പെണ്ണിനെ നോക്കട്ടെ. അയ്യേ, ഇങ്ങനൊരു പെൺകോന്തൻ. ഓ, നിനക്ക് ഈ പ്രേമിക്കുന്നവരുടെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ നിന്റെ കെട്ടിയോളെ പോയി സഹായിക്ക്. അപ്പോഴേക്ക് ഞാൻ എൻ്റെ പെണ്ണിനെ തിരയട്ടെ. പ്രത്യേക ഇനത്തിൽ പറഞ്ഞിട്ട് പോകുന്നതിനെ കണ്ട് ദിനേശ് കണ്ണും വീഴ്ച്ചു. കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിക്കേ? ഇവന് ഭ്രാന്തായോ? മഴ കൂടി ഇടിവെട്ടും. കരിന്തുണി തോളിലിട്ട് ദേവു അടുപ്പിൽ വെച്ച ഉരുളിയിലെ ചിക്കൻ ഇളക്കി. ഇതായാൽ ബീഫ് കയറ്റം അല്ലേ ചേച്ചി? ആശാന്റെ മൂത്ത മകൾ ധന്യ. ബീഫ് അപ്പുറത്ത് കയറ്റം. ചിലപ്പോൾ കറണ്ട് പോവാൻ സാധ്യതയുണ്ട്, ദേവു പറഞ്ഞു. ആ ശരിയാ. സ്നേഹ വലിയ കുക്കറിൽ ബീഫ് വേവിക്കാൻ വെച്ചു. നന്ദന്റെ കണ്ണുകൾ പുകടുപ്പിൽ ചിക്കൻ ഇളക്കുന്ന ദേവുവിലെത്തി. ആള് ചിക്കൻ എടുത്ത് വെന്തോ എന്നൊക്കെ നോക്കുന്നുണ്ട്. നന്ദനൊന്ന് പുഞ്ചിരിച്ചിട്ട് അകത്തേക്ക് കയറി. എവിടെയായിരുന്നു നന്ദേട്ടാ? കണ്ണൻ കുപ്പി പൊട്ടിക്കാനുള്ള ക്ഷമ നശിച്ചു. നീങ്ങു വന്നേ. കണ്ണനെ വലിച്ച് ഉമ്മറത്തെ ഒരു മൂലയിലേക്ക് ചെന്നിരുന്ന് ഉള്ള കാര്യങ്ങൾ മൊത്തം പറഞ്ഞു. അവൻ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. നിങ്ങളെ 5 വർഷം പ്രേമിച്ചെന്നോ? കണ്ണൻ കണ്ണും തള്ളി ഇരുന്നു. ആടാ, എനിക്കിപ്പോഴും എന്തോ പോലെ. എന്ത്? വിശ്വാസം വരാത്ത പോലെ അവള് പിന്നെയും കുറേ സംഭവങ്ങൾ പറഞ്ഞപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത്. എന്തൊക്കെ? അതൊക്കെയുണ്ട്. നന്ദൻ ചിരിയോടെ ഒരു കണ്ണി ചിമ്മി. മീശയൊന്ന് മുറുക്കിയപ്പോൾ ദിനേശ് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. കുപ്പി പൊട്ടിക്കണ്ടേ? ആശാൻ വിളിക്കുന്നു. എവിടെയാ? ആ കോഴിക്കോടിൻ്റെ അപ്പുറത്ത്. വാ നന്ദേട്ടാ. നന്ദൻ ഒന്ന് സംശയിച്ചു നിന്നു. നന്ദേട്ടൻ വരുന്നില്ലേ? കണ്ണനൊന്ന് തിരിഞ്ഞു നോക്കി. നന്ദൻ എന്തോ ആലോചനയിലാണ്. ദേവു ചിക്കൻ ഇറക്കി തിരിയുമ്പോഴാണ് നന്ദൻ അടുക്കള വാതിൽ പരുങ്ങി നിൽക്കുന്നത് കണ്ടത്. എന്താ നന്ദേട്ടാ? പുരുങ്ങ ഉയർത്തി ചോദിച്ചുകൊണ്ട് അടുക്കളപ്പടിയിലേക്ക് സൈഡ് ചാരി നിന്നു. ഒന്നുമില്ല, അവരൊക്കെ കമ്പനി കൂടാൻ വിളിക്കുന്നു. നന്ദൻ തലചൊറിഞ്ഞു. അതിന്? ഒന്ന് അമർത്തി ചോദിച്ചുകൊണ്ട് ഇരുകയും നെഞ്ചിൽ പിണിച്ചു കെട്ടി. ഏയ് ചുമ്മാ, നമുക്ക് വീട്ടിൽ പോവാം. നന്ദന്റെ കണ്ണിൽ അടക്കാനാവാത്ത പ്രണയം. ദേവു അത്ഭുതത്തോടെ ചിരിച്ചു. നന്ദേട്ടൻ അത് വിട്ടില്ലേ? അതെങ്ങനെ വിടാൻ പറ്റൂ? നന്ദൻ അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി. ദേവു നാണത്തോടെ മുഖം താഴ്ത്തി. എന്തു പറഞ്ഞു പോവും? ദേവു കട്ടിളപ്പടിയിൽ നഖം കൊണ്ട് ചുരണ്ടി. ഏ? നന്ദന്റെ മുഖം വിടർന്നു. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. എന്ത്? നീ കണ്ടോ? അതും പറഞ്ഞ് തിരികെ പോകുന്നതിനെ കണ്ട് ദേവി ചുണ്ട് ഉള്ളിലേക്ക് പിടിച്ചു. ദേവും സ്നേഹയും ധന്യയും ആശാന്റെ ഭാര്യയോട് സംസാരിക്കുമ്പോഴാണ് ആശാനും കൂട്ടരും കയറി വന്നത്. ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. മോള് എന്നാ വേഗം പോയി കണ്ടോ? ആശാൻ പറഞ്ഞു. ദേവ് സംശയത്തോടെ എഴുന്നേറ്റു. നന്ദന്റെ മുഖത്ത് ഒരു കള്ളത്തരമുണ്ട്. തന്നെ നന്ദേട്ടനും ചേച്ചിക്കും ഉള്ള ചോറും കറിയും എടുത്തു കൊടുക്ക്. അവർക്ക് വേഗം ഇറങ്ങണം, ആശാൻ ഉച്ചത്തിൽ പറഞ്ഞു. ധന്യ വേഗം എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. എല്ലാവരും കാര്യം അറിയാതെ നോക്കുന്നുണ്ട്. ആശാന്റെ കൂട്ടരുടെ മുഖത്ത് സങ്കടമാണ്. എന്താ മോളെ? ആശാന്റെ ഭാര്യ. ഏയ് കവിതേ, വേണ്ട, ആശാൻ പറഞ്ഞു. തന്നെ അപ്പോഴേക്കും ഫുഡ് പൊതിഞ്ഞ് കൊണ്ടുവന്നു. വിഷമിക്കേണ്ട മോളെ, ഒന്നും സംഭവിക്കില്ല. ആശാൻ ദേവുവിൻ്റെ തോളിൽ തട്ടി. ദേവ് സങ്കടത്തോടെ തലയാട്ടി. കെട്ടിയവനെന്തോ കോനിഷ്ടൊപ്പിച്ചിട്ടുണ്ട്. എന്താ നന്ദേട്ട അവിടെ പറഞ്ഞത്? ബൈക്കിലൂടെ വരുമ്പോൾ ദേവു അവൻ്റെ വയറിലൂടെ കൈ ചുറ്റി. ഏയ് ഒന്നുമില്ല. നന്ദൻ്റെ മുഖത്ത് അപ്പോഴും ചിരി. അല്ലല്ല, എന്തോ പറഞ്ഞിട്ടുണ്ട്. നന്ദൻ വീണ്ടും ചിരിച്ചു. വീട്ടിലെത്തി ബൈക്ക് ഓഫ് ചെയ്യുമ്പോൾ ദേവ് മുഖം തിരിച്ച് ഇറങ്ങി കയ്യിൽ ഫുഡും എടുത്തു. നന്ദൻ മെല്ലെ ഇറങ്ങി. അടുക്കളയിൽ ഫുഡ് കൊണ്ട് പാർത്തി വയ്ക്കുമ്പോഴാണ് പെട്ടെന്ന് ഇടുപ്പിലൂടെ 2 കൈ വന്ന് പിണഞ്ഞത്. ദേവുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അവൾ സമർത്ഥമായി അത് മറച്ചു. നന്ദൻ കഴുത്തിലേക്ക് മുഖം ചേർത്തു. ദേവൂട്ടി, എന്ത് നുണയാ അവിടെ പറഞ്ഞേ? ഓ, നീ അത് വിട്ടില്ലേ? നിന്റെ അമ്മായിയില്ലേ, അവർക്ക് അറ്റാക്കാണെന്ന്. ഏ? ദേവു ഞെട്ടലോടെ തിരിഞ്ഞു. ആ ദുഷ്ട. പിന്നെ എന്തു പറയണം? നന്ദൻ്റെ കൈകൾ ഇടുപ്പിൽ മുറുകി. ദേവു ഒന്ന് കൂർപ്പിച്ചു നോക്കി.
ശരിക്കും നീ എന്നെ 5 വർഷം പ്രണയിച്ചോ? ദേവ ഒന്ന് ചിരിച്ചു. വാ. അവൻ്റെ കൈ അയച്ചു അവൾ മുറിയിലേക്ക് നടന്നു. പുറകെ നന്ദനും. ദേവു തൻ്റെ മുറിയിലെ ഡ്രസ്സ് ഒതുക്കി വെച്ച് പെട്ടി തുറന്നു. അതിനുള്ളിൽ പഴയൊരു കവർ. നന്ദൻ്റെ കണ്ണുകൾ സൂക്ഷ്മം ചുരുങ്ങി. കവറിനുള്ളിൽ നിന്ന് ഓരോ ഡയറിയായി ദേവ് പുറത്തേക്കെടുത്തു. 4എണ്ണവും നന്ദന് നേരെ നീട്ടുമ്പോൾ തൻ്റെ മനസ്സിൽ നന്ദന് വേണ്ടി കുറിച്ചു വെച്ച ഓരോ അക്ഷരങ്ങളിലെ പ്രണയം അവനറിയണമെന്ന് തോന്നി. ഇത് നന്ദേട്ടൻ വിശ്വസിക്കാനല്ല, നന്ദേട്ടൻ എനിക്ക് ആരായിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയാ. ദേവ് പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. നന്ദൻ്റെ ആദ്യത്തെ ഡയറി കയ്യിലെടുത്തു. 2016 പകുതി മുതലാണ് എഴുതി തുടങ്ങിയിരിക്കുന്നത്. നന്ദൻ്റെ കൈകൾ വിറച്ചു. ഡിസംബർ 7. ഇന്ന് ഞാൻ ശരിക്കും ഭയന്നു. ഏട്ടൻ വരാറുള്ളതാ. നീത് ലീവ് ആയത് ഏട്ടൻ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. പേടിച്ച് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോഴാണ് ആ ചേട്ടൻ വന്നത്. എവിടെയോ കണ്ടിട്ടുണ്ട്. അമ്പലങ്ങളിലും കവലയിലും ഒക്കെ. പാടത്തു തന്നെയാണ് വീട്. ആ ചേട്ടൻ അടുത്തേക്ക് വരുംതോറും ഭയം തോന്നി. എന്നാൽ എന്നെ ഒന്നും ചെയ്യാതെ, എന്തിന്, എന്നെ ഒന്ന് ശരിക്കും നോക്കാതെ തന്നെ എൻ്റെ വിഷമം മനസ്സിലാക്കി വീട് വരെ കൊണ്ടുവിട്ടു. വേറെ വല്ല ആണുങ്ങളും ആയിരുന്നാൽ ഞാൻ പിറ്റേന്ന് രാവിലെ അവിടെ ചത്തു കിടന്നേനെ. എന്തോ ഇന്ന് രാത്രി ഉറക്കം വരുന്നില്ല. ആ ചേട്ടനെ കാണാൻ തോന്നുന്നു. ഡിസംബർ 8. നീതുവിനോട് പറഞ്ഞു, കെട്ടുവാണേൽ അങ്ങനെയുള്ള ചേട്ടൻ മതി. എന്തിനാ അങ്ങനെയുള്ളത്? ആ ചേട്ടനെ തന്നെ കെട്ടിക്കൂടെ? എന്നായി അവൾ. ശരിയാണ്, പേടിയില്ലാതെ ഒപ്പം നടക്കാൻ പറ്റുമെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും നോക്കണം. പക്ഷെ ഇന്ന് ആ ചേട്ടനെ കണ്ടില്ലാട്ടോ. ആ ചേട്ടൻ എപ്പോഴാ പോകുന്നത്? ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. നന്ദൻ പിന്നെ വായിക്കാതെ ബുക്കടച്ചു. ദേവു ഒന്ന് മുഖം കഴുകി വരുന്നുണ്ട്. വായിച്ചോ. നന്ദൻ അടുത്തെത്തിയതും അവളെ ആഞ്ഞു പുണർന്നു. മുഖം കൈക്കുമ്പിളിലെടുത്ത് തുരുതുരെ ചുംബിച്ചു. രണ്ടാളുടെയും കണ്ണ് നിറഞ്ഞു. ഇപ്പോൾ തന്നെ വേണം. നന്ദൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു നിന്നു. എന്ത്? നിന്നെ? ദേവു മുഖമുയർത്തി. എന്നെ മാത്രം മനസ്സിൽ കൊണ്ടു നടന്ന എൻ്റെ പെണ്ണിനെ. നന്ദൻ്റെ കണ്ണുകൾ അവളിൽ ഓടി നടന്നു. ദേവു നാണത്തോടെ മുഖം താഴ്ത്തി. അവളെ 2 കൈയിലും കോരിയെടുത്ത് നന്ദൻ മുറി ലക്ഷ്യമാക്കി നടന്നു.